ഹായ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ദാദർ മാർക്കറ്റിലാണ്. മുംബൈയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്. അപ്പൊ അങ്ങനെ കേരളത്തിൽ നിന്ന് മിക്കവാറും ഉള്ള കച്ചവടക്കാരെല്ലാം വരുന്നത് നമ്മളെ മനീഷ് മാർക്കറ്റിൽ, ദാദറിലെ മനീഷ് മാർക്കറ്റിലാണ്. അതുപോലെ നമ്മൾ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ ഈ റോഡിന് ഓപ്പോസിറ്റ് സൈഡ് റെയിൽവേ സ്റ്റേഷനാണ്, ദാദർ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ആ സ്റ്റേഷൻ ഇറങ്ങിയ സൈഡ് ഈസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. സ്റ്റേഷൻ ഇറങ്ങുന്ന സൈഡ് ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ രണ്ട് സൈഡ് ഉണ്ട്. നമ്മൾ സ്റ്റേഷൻ ഇറങ്ങുന്ന സൈഡ് ഈസ്റ്റ് സൈഡിൽ തന്നെ വലിയൊരു മാർക്കറ്റാണ്, എല്ലാം കിട്ടുന്ന മാർക്കറ്റാണ്. പക്ഷെ അവിടെ ഹോൾസെയിൽ നമുക്ക് കിട്ടത്തില്ല. ഹോൾസെയിൽ കിട്ടണമെങ്കിൽ മനീഷ് മാർക്കറ്റിൽ വരണം, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് ബാന്ദ്രയിൽ പോകണം. ഇതിപ്പോ ഞാൻ വന്നിരിക്കുന്നത് മനീഷ് മാർക്കറ്റിലാണ്. നമ്മളെ ഹോൾസെയിൽ തുണികളെ എല്ലാ കളക്ഷനും, മിക്കവാറും ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് എടുക്കാം, ഹോൾസെയിൽ വിലയ്ക്ക് എടുക്കാം. എന്നാൽ ഇതിനകത്ത് റീറ്റെയിൽ കിട്ടത്തില്ല. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷന്റെ മാർക്കറ്റ് ഉണ്ട്, ആ ഇറങ്ങുന്ന സൈഡ് ഈസ്റ്റ് സൈഡ് തന്നെ, അവിടെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് സാധനം കിട്ടും. എന്നാൽ നല്ല ചീപ്പ് റേറ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് അകത്ത് കയറി കാണാം. അത്യാവശ്യം ഡ്രസ്സുകളുടെ വിലയൊക്കെ നമുക്കൊന്ന് അറിയാം. ബാ. അങ്ങനെ എൻ്റെ ഒരു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഉല്ലാസ് നഗറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഇതുപോലൊരു നല്ല മാർക്കറ്റ് ഉണ്ട്. പക്ഷെ അത് ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതല്ല, ഒരുവിധം ക്വാളിറ്റിയുള്ള സാധനമാണ് ഇവിടെ നമുക്ക് മനീഷ് മാർക്കറ്റ് കിട്ടുന്നത്. എന്നാൽ ഉല്ലാസ് നഗർ എന്ന് പറഞ്ഞാൽ നല്ല ചീപ്പ് റേറ്റിന് നമുക്ക് എത്രത്തോളം വില കുറച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം സാധനങ്ങൾ അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു മാർക്കറ്റാണ് ഉല്ലാസ് നഗർ. അത് ഇതിനേക്കാളും വലിയ നമ്മളെ തിരുവനന്തപുരം ചാല പോലെയൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്കും കൂടെ കൊടുത്തിരിക്കാം. അപ്പം ഉല്ലാസ് നഗറിനെ കുറിച്ച് അറിയണവർക്ക് ആ വീഡിയോ കണ്ടാൽ അറിയാം. ഒരുപാട് സാധനങ്ങൾ അവിടെ നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വലിയ മാർക്കറ്റാണ് മനീഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ. തുണിയുടെ തന്നെ പലതരം ക്വാളിറ്റിക്കുള്ള സാധനങ്ങളാണ്. ഇതൊരു ഷോപ്പിംഗ് മാളാണ്, 2 ഫ്ലോർ വരുന്ന ഷോപ്പിംഗ് മാളിൽ താഴെ മുകളിലുമായിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്നതാണ്. 4 സൈഡും പാസേജ് വരുന്ന ഒരു ഷോപ്പ് പോലെ പല പല ഷോപ്പുകളായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പല ക്വാളിറ്റിയിലും, അതായത് കുറഞ്ഞ ക്വാളിറ്റിയിലും ഉണ്ട്, എന്നാൽ ഹൈ ക്വാളിറ്റിയിലുള്ള സാധനവും കിട്ടും. അതുപോലെ നല്ല കുറഞ്ഞ റേറ്റും തൊട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൂടിയ റേറ്റിനും ഉണ്ട്. നമുക്കൊരു കടയിൽ കയറി അത്യാവശ്യം സാധനങ്ങൾ റേറ്റ് അറിയാം, എങ്ങനെയാണ് വരുന്നതെന്ന്, ഒരു ബണ്ടിലിൽ എത്ര വരും എന്നൊക്കെ നമുക്കിപ്പം ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ബൈ, कैसे अच्छे है ना? अच्छा मजा है। अच्छा है। ये 1 to 5 year। हाँ। ये 1 कलर 3 पीस। हाँ, एक बंडल में कितना आएगा? 3 पीस आएगा। अच्छा, आपको कलर चॉइस मिलेगा इसमें। एक ही कलर है एक बंडल पे? कलर जो चाहिए मिलेगा देखो। अच्छा, ये डिफरेंट प्राइसेस, टोटली सब 1 to 5 साइज में देखो। അതായത് ഒരു സെറ്റിൽ 3 എണ്ണം വരും, 3 എണ്ണം എടുക്കണം, പല പല കളർ കിട്ടും. പിന്നെ കേരള സ്റ്റൈലാണ് മൊത്തം വരുന്നത്. 1 to 5 ആണ് സൈസ് വരുന്നത്. ये सब ट्रेंड का आइटम है। अच्छा अच्छा। ये ओनम का बहुत चलता है देखो। ओनम का तो ओनम स्पेशल है देखो। ये सब मॉडल बहुत है, स्मॉल साइज, बिग साइज। अच्छा, ये सब टोटली केरला ही टेस्ट है। दूसरा मॉडल दिखाते हैं। मैडम मॉडल बहुत है देखो, बैगी मॉडल। हाँ, ये बैगी इसमें डिफरेंट प्रिंट आएगा। बच्चे के लिए टोटल 1 to 5 ईयर है। अच्छा। साइज 1 to 5 ईयर। साइज बहुत सारे हैं देखो। बेटा बच्चे के लिए है ना? हाँ हाँ, टोटल 1 to 15 ईयर टोटल साइज है। ओके कुछ फिर फ्री ग्रुप आएगा देखो। बैगी मॉडल, कोरियर मॉडल, सब मॉडल है सब सब 1 to 5 कलेक्शन। ये देखो मॉडल देखो। अच्छा, टोटली केरला मॉडल। 5 साल के लिए, 5 साल के लिए। टोटल 1 to 5 ये देखो। ये पूरा वर्क आएगा, पूरा इंपोर्टेड कपड़ा वर्क आएगा पूरा। अच्छा, ये देखो सब कोरियन पाइप। अच्छा ये देखो मॉडल देखो। अच्छा, एकदम पतलेस आएगा। बॉयज का चाहिए, बॉयज का भी मिलेगा देखो। बॉयज के लिए ये बॉयज गर्ल्स दोनों में चलेगा। बॉगी है अभी ये बॉगी मॉम पे का मॉडल है। मॉडल का नाम क्या है? मॉडल का नाम ये कोरियन कोरियन मॉडल है। अच्छा, कोरियन मॉडल। कौन सा मटेरियल भाई? रेवन। कौन सा? 2 मटेरियल आएगा सर। रेवन आएगा और साटे रेवन आएगा। अच्छा, साटे रेवन। कौन सा मटेरियल? साटे रेवन। रेवन। हाँ साटे। साटे। रेवन। हाँ, ये साटे। फैब्रिक चलेगा, रमजान तक एक फैब्रिक चलेगा। हाँ, फैब्रिक है। कराची पाकिस्तानी है सब। हाँ, पाकिस्तानी मॉडल। हाँ। अच्छा, मीडियम 3 एक्सल साइजेस मिलेंगे। 3, 4, 5, 6 चाहिए वो भी मिलेगा। अच्छा, इस साइड नॉर्मल चाहिए, नॉर्मल भी है। इसे फुल स्लीव वाला भी है।
दोनों तरफ पॉकेट है, इधर पॉकेट आएगा, इधर पॉकेट ये आएगा। गाउन वाला है नहीं 2 पीस है। 2 पीस है हाँ, फोर सेट फोर में प्रिंट आएंगे इसे, दो कलर आएंगे। कोड सेट कोड सेट है ये कोड है। അപ്പൊ ഇനിയേ നമ്മള് മനീഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മള് വേറൊരു മാർക്കറ്റ് കാണിച്ചു തരാം ഞാൻ. റോഡിന്റെ ഓപ്പോസിറ്റ് ഒരു മാർക്കറ്റ് ഉണ്ട്. മനീഷ് മാർക്കറ്റിന് അകത്ത് കുറച്ച് ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് അതുപോലത്തെ വിലയും കൊടുക്കേണ്ടി വരും. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഈ കാണുന്ന സൈഡില് അത്യാവശ്യം നല്ല കുട്ടികൾക്കുള്ളതായാലും ജെന്റ്സിനുള്ളതായാലും നല്ല വില കുറച്ചുള്ള സാധനങ്ങൾ നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. നമുക്ക് അവിടെ പോയി നോക്കാം. ഇത് നമ്മൾ കറക്റ്റ് തിരുവനന്തപുരത്ത് ചാലക്കകത്ത് കയറിയ പോലെയാണ്. ചെറിയൊരു ഇടുങ്ങിയ പാസേജും രണ്ട് സൈഡും അടുക്കിനടുക്കിനായിട്ട് ചെറിയ ചെറിയ കടകളും, ഫുള്ള് ഹോൾസെയിലും കിട്ടും, ഇവിടെ റീറ്റെയിലും കിട്ടുന്നതാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് നമുക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ചീപ്പ് റേറ്റിന് ഇവിടെ സാധനങ്ങൾ കിട്ടും. എല്ലാ ഐറ്റവും ഉണ്ട്. കൂടുതലും കുട്ടികളുടെ കളക്ഷനാണ് കൂടുതലും ഉള്ളത്. ലേഡീസിൻ്റെതും ഉണ്ട്. ജെൻസിൻ്റെ പക്ഷേ വളരെ കുറവാണ്. ജെൻസിൻ്റെ ടീഷർട്ട്, നമ്മളെ ഈ സ്പോർട്സ് ഐറ്റം അങ്ങനെയൊക്കെ ഉള്ളത് ഇതിനകത്ത് കുറച്ച് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ മനീഷ് മാർക്കറ്റിൽ വരുന്നവർ, നാട്ടിൽ നിന്നൊക്കെ സാധനം എടുക്കാൻ വരുന്നവരായാലും രണ്ട് സൈഡിലെ കടകളിലും കയറണം. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കോംപ്ലക്സിനകത്തുള്ളതും അതിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള നമ്മളിപ്പോൾ ഈ ഭാഗത്തുള്ളതും എല്ലാ കടകളും കവർ ചെയ്താലേ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ കിട്ടുമെന്ന് അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ മനീഷ് മാർക്കറ്റിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇനി നല്ല മുംബൈ വീഡിയോകളുമായിട്ട് കാണാം. താങ്ക് യു.